രതീഷ് ചക്രവാണി, നമ്മൾ രാഷ്ട്രീയത്തെ തൊട്ട് സംസാരിക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ സമകാലീനമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലേക്കാണ് നമ്മളുടെ ചർച്ച പോകുന്നതെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പോലും നാണക്കേട് വരുത്തുന്ന തരത്തിൽ മാറിയ സംഭവമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇന്നലത്തെ കയ്യാങ്കളി എന്ന് പറയും. അതിക്ക് മുമ്പൊക്കെ അതൊക്കെ അങ്ങനെ ആയിരിക്കാം. കാരണം ഒരു ദിവസം കൊണ്ടല്ല ഇത്തരത്തിലുള്ള കയ്യാങ്കളിയിലെ കാര്യങ്ങളെത്തി. കയ്യാങ്കളി എന്ന് പറഞ്ഞാൽ സഭ്യതരമായ കയ്യാങ്കളിയായി അത് മാറി. ഷർട്ട് വലിച്ചു കയറലും അതുപോലെ തന്നെ പെണ്ണുങ്ങളെ കയറി പിടിക്കലും ഒക്കെ ആയിട്ട് അത് മാറിത്തീരുന്ന ദൃശ്യങ്ങൾ, അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ അതിനേക്കാൾ ഭീകരം. എന്താണ് രാഷ്ട്രീയത്തിൻ്റെ പോക്ക്? ഇങ്ങനെയാണ് രാഷ്ട്രീയം കേരളം മാതൃകയാക്കേണ്ടത്? കേരള രാഷ്ട്രീയം മാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മൂല്യച്യുതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കുറേ നാളുകളായിട്ട് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇത് അതിൽപ്പെട്ടൊരു സംഭവമാണ്. ഇപ്പം തന്നെ മാഷെ നമ്മുടെ മാധ്യമങ്ങളൊന്നും ചർച്ചയാക്കാത്തൊരു വിഷയമുണ്ട്, വലുതായിട്ട് ചർച്ചയാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സുഗതൻ എന്ന് പറയുന്ന വാഴോട്ടുകോണം വാർഡിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ളൊരു കൗൺസിലറുണ്ട്. ആ കൗൺസിലർ ഏതെങ്കിലും ഒരു കേസിൽപ്പെട്ട് അകത്തുപോയതല്ല, പകരം അയാളുടെ പേരിലുള്ളത് 19 കേസുകളാണ്. ഈ 19 കേസിൽ ഭാഷ അറിയേണ്ടത് ഒരൊറ്റ കേസ് മാത്രമേ രാഷ്ട്രീയമായിട്ടുള്ളൂ, BJPയുടെ കൗൺസിലറാണ്. ബാക്കി 18 കേസുകളും ക്രിമിനൽ കേസുകളാണ്. അതിൽ 5 എന്ന് പറയുന്നത് വധശ്രമമാണ്. എന്ന് പറഞ്ഞാൽ നിരവധി മോശപ്പെട്ട കേസുകളടക്കം അതിനകത്തുണ്ട്. അതിനാണ് ഈ പറയുന്ന കാപ്പ ചുമത്തിയിട്ട് അകത്തിട്ടേക്കുന്നത്. ഇപ്പം എന്താ സംഭവം? 20 പേരെ കോടതി അയോഗ്യരാക്കി. ആ 20 പേരെ അയോഗ്യരാക്കിയപ്പോൾ ഇവരുടെ ഭൂരിപക്ഷം പോയി. അപ്പോൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്താൽ മതി. അതിൽ 19 പേര് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. കാരണം ദൈവനാമത്തിലല്ലാതെ ഇവർ ഓരോരോ മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്ര, അയ്യപ്പൻ അതുപോലെയൊക്കെ പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവരെ അയോഗ്യരാക്കി. ഇതിലിപ്പോൾ ഒരാൾ മാത്രം സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ പറ്റാത്ത ആളുടെ പേര് സുഗതനാണ്. യഥാർത്ഥത്തിൽ ഈ സുഗതൻ വരാത്തതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. കാരണം ഈ കൗൺസിൽ യോഗം അലങ്കോലമാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഇപ്പം കഴിഞ്ഞ 2 യോഗത്തിൽ പുള്ളി പങ്കെടുത്തിട്ടില്ലെന്നാണ് ഇവർ പറയണത്. BJP പറയണത് ഒരു യോഗത്തിലേ പങ്കെടുക്കാതിരുന്നിട്ടുള്ളൂ എന്നാണ്. അപ്പം മൂന്നാമതൊരു യോഗത്തിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാക്കും. അയോഗ്യനാക്കിൽ എന്ത് സംഭവിക്കും? അവിടെ ആകെ 51 പേരുടെ ഭൂരിപക്ഷത്തിൽ ഒരു ഞാണിന്മേൽ കളിയാണ് നടത്തുന്നത്. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളി, അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിമതൻ, അത് മറ്റേ അവിടുത്തെ നമ്മുടെ പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കൂടി പിടിച്ചുകൊണ്ടാണ് ഇവർ 51 ആക്കി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പം അല്ലെന്നുണ്ടെങ്കിൽ 50 എന്നുള്ള ലെവലിലേക്ക് എത്തും. അപ്പോൾ അത് സംബന്ധിച്ച് ഈ സുഗതന് വേണ്ടിയിട്ട് ഈ കാട്ടിക്കൂട്ടുന്ന പൊറാട്ട് നാടകമാണ് ഈ കണ്ടത് മുഴുവൻ. പിന്നെ മാഷ് പറഞ്ഞ പോലെ ഇവരെന്തൊക്കെ പറയണമെന്ന് അറിയാം. KS ശബരിനാഥ് കുറേ കാലം MLA ആയിരുന്ന ഒരാളാണല്ലോ, G കാർത്തികേയൻ്റെ മകനാണ്. അദ്ദേഹം പറയുന്നത് ഈ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ കയറി പിടിക്കുന്നവനാണോ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ നടക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഈ പറഞ്ഞ അവിടെ പ്രശ്നമുണ്ടാക്കി ഇന്നലെ ഷർട്ട് വലിച്ചു കയറിയിട്ടുള്ള ചെമ്പഴന്തി ഉദയൻ. ഈ ചെമ്പഴന്തി ഉദയനെ കുറിച്ചും അവിടെ ആളുകൾ പറയുന്നത് മണ്ടന്നല എന്നുള്ള ഒരു സ്ഥലത്ത് നിന്നുള്ള വാർഡ് കൗൺസിലറാണ്. അയാൾ ഇതിനേക്കാൾ, ഈ സുഗതനേക്കാൾ വളരെ മോശപ്പെട്ട ആളാണെന്നാണ് കോൺഗ്രസ്സുകാർ മൊത്തം പറയുന്നത്. കൂടാതെ ഇന്നലെ വേറൊരു വീഡിയോ കൊടുത്തിട്ടുള്ള ബൈറ്റിൽ പറയുന്നത് തേർഡ് റേറ്റ് എംബോക്കിയാണെന്നാണ് ആര് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. പിന്നെ ഇതൊക്കെ പോട്ടെ, ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന അജണ്ട എത്രയെന്നറിയോ? പക്ഷെ 400-500 അജണ്ടയാണ്. ഇന്നലെ രാത്രി തന്നെ ഞാനൊരു കൗൺസിലറെ വിളിച്ച് സംസാരിച്ചപ്പോൾ അയാൾ പറയാണ് 1 മിനിറ്റ് എടുത്ത് ഈ ഒരു അജണ്ട ഡിസ്കസ് ചെയ്താൽ പോലും ഏതാണ്ട് രാത്രി 12, 1 മണി, 2 മണിയായ പോലും ഇത് തീരൂല ഭായി എന്നാ പറയണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ അജണ്ട. എന്തുകൊണ്ട് ഈ അജണ്ട എന്നറിയോ? ഇനി പെട്ടെന്നൊന്നും ഒരു കോർപ്പറേഷൻ കൗൺസിൽ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനവരെന്ത് ചെയ്യണം? ഇന്നലെ വളരെ സമാധാനപരമായി ഒരു രജിസ്റ്ററിൽ ഈ ശബരിനാഥ് ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഒപ്പിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒറ്റയടിക്ക് വന്നിട്ട് ഈ മറ്റേ ഉദയൻ എന്ന് പറയുന്ന ആള് ഒറ്റയടിക്ക് വന്നിട്ട് നേരെ വന്ന് ഈ സാധനം പിടിച്ചു മേടിക്കുകയാണ്. ഇനി അടുത്തത് ഇതിൻ്റെ പുറത്ത് ചൂടുവെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞാൽ എന്താന്ന് പറ്റില്ല. ആ ഒപ്പിട്ടേക്കണ വഴിയും എല്ലാം അങ്ങോട്ട് പോകാൻ, കാരണം കോടതി ചോദിക്കുമ്പോൾ രേഖ കൊടുക്കാൻ ഇല്ലെന്ന് പറയും. ഇത് മൊത്തം തട്ടിപ്പും അതേപോലെ തന്നെ വികട സ്വഭാവമൊക്കെ കാണിക്കുന്ന കുറെ ആളുകൾ കയറി ജനപ്രതിനിധികളാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ എങ്ങനെ ഇവരെ ജയിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രീയ രംഗം, മാഷക്ക് എന്നേക്കാൾ നന്നായിട്ട് ഇപ്പം രാഷ്ട്രീയ രംഗം വലിയ തോതിൽ നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മതം, രാഷ്ട്രീയം. ഇപ്പം ഈ കേസിൽ തന്നെ ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താ? നേരത്തെ അവർ ഈ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ ഇവർ ഓരോരുത്തരും അതാത് വാർഡുകളിലെ
അതായത് അതാത് വാർഡുകളിലെ ആളുകളുടെ മനസ്സെങ്ങനെയാണ് നോക്കിയിട്ട് അതേ ദൈവത്തെ പിടിച്ചാണ് ഒരു സത്യപ്രതിജ്ഞ ചെയ്തേക്കണം. ചിലർ ബലിദാനികളെ പിടിച്ച്, ചിലർ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ, ചിലർ ശബരിമല അയ്യപ്പനെ പിടിച്ച്, ചിലർ ആ ലോക്കലിയുള്ള അമ്പലവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൈവത്തെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തേക്കണേ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു 15-20 കൊല്ലം മുമ്പ് ഞാൻ വിചാരിക്കുന്നില്ല നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ചെയ്താൽ നാട്ടുകാർക്ക് പോലും അത് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാവുന്ന ലെവലിലേക്ക് ഒരു രാഷ്ട്രീയത്തെ പരുവപ്പെടുത്തിയതിൽ ഒരു പ്രോ സംഘപരിവാർ അജണ്ടകൾ യഥാർത്ഥത്തിൽ ഭരണഘടനാ ലംഘനമായ പ്രക്രിയയാണ്. ഭരണഘടന പറയുന്നതനുസരിച്ചാണല്ലോ ഇവർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. അതല്ലാതെ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇവർക്ക് എങ്ങനെ കഴിയുന്നു ഞാനാൽ അല്ല, കേരളത്തിലെ രാഷ്ട്രീയത്തെ നമ്മൾ വളരെ സസൂക്ഷ്മം പരിശോധിച്ചാൽ ഈ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ മോശം കക്ഷികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ മാത്രമാണ് അതിൽ മോശം എന്ന് നമ്മൾ കരുതേണ്ടതില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിലേക്ക് കടന്ന ആളുകൾ ഈ തേർഡ് റേറ്റ് കക്ഷികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നേതാക്കൾ പോലും പറയുന്നത്. നേരത്തെ നമ്മൾ പറയും ഈ ബാക്ക് ബെഞ്ചേഴ്സാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പക്ഷേ ആ ബാക്ക് ബെഞ്ചേഴ്സിന് ഒരു ഗുണമില്ല, അവർക്ക് മനുഷ്യത്വം ഉണ്ടായിരുന്നു, നന്മയൊക്കെ ഉണ്ടായിരുന്ന ആൾ, പഠിക്കില്ലെന്ന് മാത്രം ഉണ്ടായിരുന്നു. ഇവരങ്ങനെയല്ല, ഇവർ എല്ലാ തരത്തിലും മോശമായിട്ടുള്ള ആളുകളും സമൂഹത്തിലെ വേണമെങ്കിൽ ക്രിമിനലുകളെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡ് ഉള്ളതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള വേഷക്കെട്ടുകൾ. ഇത് വേഷം കെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ വേഷം കെട്ടുകളൊക്കെ നടത്തുന്നതിൽ ഇവർക്ക് ആരും നാണമില്ലാത്ത കാരണം ഇത് നാട്ടുകാർ മുഴുവൻ കാണും എന്ന് ഇവർക്കറിയാം. ടെലിവിഷൻ്റെ മുമ്പിലാണ് നെഞ്ചു വിരിച്ച് ഷർട്ട് കീറി ഒക്കെ ഈ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത്. നമുക്കിതിനെക്കുറിച്ച് അവിടെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് പറയാൻ തന്നെ വളരെ പരിമിതമായ വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അത്ര മോശമായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും ഇതിൻ്റെ നേതാക്കൾ, വലിയ വലിയ നേതാക്കളുണ്ടല്ലോ, എല്ലാ പാർട്ടിക്കും ഉണ്ടല്ലോ, അവരൊക്കെ ഒന്ന് പരിശോധിച്ച് ഇത്തരം രംഗങ്ങളില്ലാത്ത തരത്തിലേക്ക് ഇതൊക്കെ മാറ്റിയാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് കഴിയും. നമ്മളിവിടെ എന്ത് ചർച്ച ചെയ്യും? എന്താണ് ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റും? രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചോ രാഷ്ട്രീയ മൂല്യത്തെക്കുറിച്ചോ സാമൂഹ്യ മൂല്യത്തെക്കുറിച്ചോ മനുഷ്യ മൂല്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. അത് മുഴുവൻ വികൃത നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഇതിലേക്ക് ഇവർക്കൊക്കെ ധൈര്യം വരുന്നു? എല്ലാവർക്കും, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ ഈ കൂട്ടം എന്ന് പറയുന്നത് ഒരുതരം ആഭാസ കൂട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണും. അല്ല, ഭാഷ പറഞ്ഞാണ് അതിൻ്റെ കറക്റ്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്താണെന്ന് പറഞ്ഞാൽ, പക്ഷേ നമ്മളൊരു ജനത്തിൻ്റെ ഒരു മൊറാലിറ്റിയും ധാർമ്മികതയും അതുപോലെ തന്നെ ഉന്നതമായ ബോധങ്ങളും ഒക്കെ ഏതാണ്ട് സമൂഹത്തിൽ വളരെ വളരെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മതവും അവരുടെ വിശ്വാസവും മാത്രം വലിയ പ്രശ്നമായി വരികയാണ്. ഇപ്പോൾ തന്നെ മാഷ് പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ഇവർക്കൊരു തിരിച്ചടി നേടുത്തു ഹൈക്കോടതിയിൽ നിന്ന് ഇത് റദ്ദാക്കേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ പോലും ഇത് വലിയ പ്രചരണത്തിന് നമ്മളിവിടുത്തെ വലിയ റീച്ചുള്ള യൂട്യൂബേഴ്സ് അടക്കമുള്ള ആളുകൾ എടുത്തുകൊണ്ട് പ്രചരണം നടത്തുകയാണ്. എന്താ പ്രചരണം നടത്തുന്നതെന്നറിയോ? അള്ളാഹു എന്ന് പറഞ്ഞ് വിളിച്ച് നിയമസഭയിൽ പണ്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നിങ്ങൾ കേസിന് പോയില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു വിഭാഗീയമായിട്ടുള്ള നിലപാട് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പണ്ടൊരു കേസിന് പോയിട്ടുണ്ടായിരുന്നു. ആ കേസിന് പോയപ്പോൾ ഹൈക്കോടതി പോലും അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുകയാണ്. ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് തൊട്ട് മുമ്പ് നമുക്കറിയാം CPM-ൻ്റെ കൗൺസിലേഴ്സും അതുപോലെ തന്നെ LDF-ൻ്റെ കൗൺസിലേഴ്സും BJP-ക്കാരും തമ്മിൽ അടിയുണ്ടായി. 4 പേര് ഹോസ്പിറ്റലായിരുന്നു. അവർ ആംബുലൻസിൽ വന്നിട്ടാണ് ഈ പരിപാടി ആദ്യം തന്നെ അവിടെ അറ്റൻഡ് ചെയ്ത് ഈ കൗൺസിൽ യോഗത്തിൽ തന്നെ വലിയൊരു തമാശ കൂടി ഉണ്ട്. പക്ഷേ ആദ്യമേ തന്നെ കാണിച്ചത് എന്താണെന്നറിയോ? മറ്റേ KM ഷാജിയുടെ ബൈറ്റാണ്. എന്നിട്ട് KM ഷാജി അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ KM ഷാജി PM ശ്രീയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അങ്ങനെ എംപ്ലോന്നും പതിക്കേണ്ട, ഇനിയെ പതിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു കാര്യം എടുത്ത് ഇവർ കാണിക്കുകയും അതിനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കുകയും ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് ഈ അടി മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്താ, ഇതെല്ലാം സംഭവിക്കുമ്പോൾ അവിടെ എന്താ, ഡെങ്കിപ്പനി, മഴക്കാല ശുചീകരണം, അതുപോലെയുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല. റോഡുകൾ മുഴുവൻ ഈ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും ബോധേടല്ലാതെ ഈ അധികാരം എങ്ങനെ നിലനിർത്താമെന്നുള്ളത് മാത്രം കണക്കുകൂട്ടി കാണിക്കുന്ന പൊറാട്ട് വേഷക്കെട്ടലുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും അതിനെ ന്യായീകരിക്കാനായിട്ട് രാഷ്ട്രീയമുണ്ടല്ലോ. അതെ, BJP-ക്കാർ എന്ത് തോന്നിയാസം കാണിച്ചാൽ BJP-ക്കാർ എന്ത് ചെയ്യും? അതിനെ ന്യായീകരിക്കും. CPM-കാർ എന്ത് വൃത്തികേട് കാണിച്ചാലും അതിനെ CPM-കാർ ന്യായീകരിക്കും. കോൺഗ്രസ്സുകാരെന്ത് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ കോൺഗ്രസ് ഉണ്ടായി. ഷാജിറാളിൽ മുസ്ലിം ലീഗുകാർ അവരുടെ ആളുകൾ എന്ത് കാണിച്ചാലും അതൊക്കെ ശരിയാണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും ശരി നമ്മുടെ ശരി എന്നുള്ളതാണ് എല്ലാവരുടെയും ശരികളായി വരുന്നത്. സമൂഹത്തിനൊരു പൊതു ശരി രാഷ്ട്രീയത്തിലില്ല എന്നുള്ളതാണ്
ഇപ്പം ഞാൻ കാണുന്ന ഏറ്റവും വലിയ മോശമായിട്ടുള്ളൊരു കാര്യം. അതെ അതെ, ഇപ്പം നേരത്തെ മാഷ് പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് അടിയിലും ഒരു സാധാരണക്കാരനുണ്ടായിരുന്നു, അവൻ ന്യായം പറയുമായിരുന്നു. അതായത് അത് പറയുമായിരുന്നു. ഇപ്പം ഏതാണ്ട് അതങ്ങട് നശിച്ചു കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ പോയതിന് ശേഷം വോട്ടെടുപ്പിൽ അത് പ്രതിഫലിക്കുന്നുണ്ടാവും. പക്ഷേ മാഷ് അറിയേണ്ടത് പൊതു രേഖയിലൊന്നും, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോ പൊതു ഇടങ്ങളിലൊന്നും അവർക്കൊരു ശബ്ദമില്ലാതാവുകയും അവർ വളരെ സപ്രസ്ഡ് ആവുകയും ഈ അന്ധമായിട്ട് ആരെയും അനുകൂലിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ മാത്രം സംസാരിക്കുകയും ചെയ്യും. ഇത് പറയുമ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതിനു മുമ്പ് പല തമാശകളും കിടന്നിട്ടുണ്ട്. ഇപ്പോൾ രാജു എന്ന് പറയുന്ന ഈ ആര്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതായത് CPM-ൻ്റെ LDF-ൻ്റെ ഭരണമുണ്ടായിരുന്നപ്പോൾ രാജു എന്ന് പറയുന്ന ഒരു CPI-കാരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഡെപ്യൂട്ടി മേയർ. അപ്പോൾ അന്ന് അവിടെ ഇതുപോലെ BJP കൗൺസിലേഴ്സ് സമരം ചെയ്യുമ്പോഴേക്കും അദ്ദേഹം കയറി പോകുമ്പോൾ തുണിപൊക്കി കാണിച്ചു എന്ന് പറയുന്ന വലിയ ആരോപണം ഉണ്ടായിരുന്നു. അത് ഏറ്റവും വലിയ ആരോപണത്തിൻ്റെ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഭാഷ അറിയേണ്ടത്, അത് പുള്ളി ഇതിനു വേണ്ടി ഇന്നർവെയർ ഇടാതെ വന്ന് തുണിപൊക്കി കാണിച്ചു എന്നാണ് അവിടെ ആരോപണം ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അത് മുതൽ ഇങ്ങോട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു ഭരണം എങ്ങനെയാണ് അധപ്പതിക്കുന്നത് എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനെക്കുറിച്ച് കൂടി അഭിപ്രായം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഈ ഒരു ജനം അവരുടെ ബോധ നിലവാരത്തിന് അർഹിക്കുന്ന ഒരു ഭരണമേ കിട്ടൂ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമാണ് അവിടെ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. അല്ല, ഇത് നമ്മളെപ്പോഴും പറയുന്ന ഒരു ഫിലോസഫിക്കൽ വാചകം മാത്രമാണ്. ഓരോ ജനതയ്ക്കും അവരർഹിക്കുന്ന ഭരണകൂടമാണ് ലഭ്യമാകുക എന്ന് പറയുന്നത്. അത്രമാത്രം കേരളത്തിലെ ജനങ്ങൾ അതപ്പതിച്ചു എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ ശരിയല്ല എന്ന് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന ചെറിയ ഒരാൾക്കൂട്ടം കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. അവർ സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങളെ വിലയിരുത്തുന്ന, അവർക്ക് ഇവരെയൊന്നും ന്യായീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. നമ്മൾ അന്തം വിട്ടു പോകുന്നത് ഈ ഷാജി എന്ന് പറയുന്ന ആളെ ഇതിൻ്റെ അകത്ത് ആദ്യം അവതരിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുന്നത്. കാരണം അയാളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഡയലോഗ് എന്ന് പറഞ്ഞാൽ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ നടക്കലായിരുന്നു. മുസ്ലിമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനായിരുന്നു. അത് കഴിഞ്ഞ് PM ശ്രീക്കെതിരെ അദ്ദേഹം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമടി എന്ന് പറയുന്നത് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇതൊരു അറബിക്കടലിൽ കളയും എന്നാണ്. അത് കഴിഞ്ഞ് ഭരണത്തിലെത്തി മന്ത്രിയായി നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് ആവേശമല്ലേ, അങ്ങനെ പലതും ഞാൻ പറയും എന്ന് പറഞ്ഞു. ഈ പലതും പറയുന്ന ഒരുത്തൻ്റെ ഒരു പറച്ചിലെടുത്താണ് അവരുടെ ഈ കൗൺസിൽ യോഗം ആരംഭിക്കുമെന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ തലക്കകത്തൊക്കെ ഏതാണ്ടും സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ആരെയും കിട്ടിയില്ല. അല്ല, മാഷ് പറഞ്ഞ ഒരു കാര്യം ഞാൻ തിരുത്തിക്കോട്ടെ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് ഈ സംഭവം കണ്ടിട്ടുള്ള ഒരു നിരാശയിൽ നിന്ന് പറഞ്ഞു പോയതാണ്. പക്ഷേ ജനം ഇത് അനുവദിക്കൂല. അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ ഇവരെടുത്ത് തോട്ടിലെറിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അതുവരെ ഈ പാവം പിടിച്ച ജനം വലിയ മാഷ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇപ്പോൾ എറണാകുളത്തിൽ നമുക്കത് മനസ്സിലാവില്ല, വലിയ ദുരിതത്തിലാണ്. എന്ന് പറഞ്ഞാൽ ചെറുതായി ഇപ്പോൾ മഴക്കാല ശുചീകരണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാത്തത് കൊണ്ടിട്ട് കഴിഞ്ഞ തവണ ഒരു കനാലിൻ്റെ സൈഡിലെ ഭിത്തി കൃത്യമായി കെട്ടിയില്ല, പൊളിച്ചിട്ടേച്ച്. ആ പൊളിച്ചിട്ടേച്ചുകൊണ്ട് മാത്രം ഇവിടെ വെള്ളം മുങ്ങിയപ്പോഴത്തേക്കും ആ പ്രദേശം മുഴുവൻ, അതായത് ഒരു വീടുകൾക്കകത്ത് വരെ ഈ ചെളിവെള്ളം കയറുകയും അവർ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പാവം പിടിച്ച ആളുകൾ എത്തുകയും ചെയ്തു. ഇതൊന്നും ഇവരെ ബാധിക്കുന്നില്ല. പിന്നെ കൂടാതെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ പോലും കുറേ ആളുകൾ ചാനലുകളിൽ ഇരുന്നിട്ട് ഗംഭീര ഭരണമാണ്, സൂപ്പറാണ്, അടിപൊളിയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാത്രം ഈ നമ്മുടെ സമൂഹം, ഈ രംഗം മുഴുവൻ അതപ്പതിച്ചിരിക്കുന്നു. ജനം ഭാഷ പറഞ്ഞ പോലെ കുറച്ചുകൂടി ആലോചിക്കുന്നുണ്ടോ? അല്ല, പല ചാനലുകാരും BJP-യുടെ ഭരണം കേരളത്തിൽ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിൽ ഗംഭീരമാണ് എന്ന് പറഞ്ഞാൽ അവനെ കാണാൻ കുറേ ആളുണ്ട്, അവന് കുറേ കാശും കിട്ടും. അപ്പോൾ ഈ മനുഷ്യൻ്റെ അബദ്ധത്തെ വിറ്റ് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ അതിൻ്റെ അകത്ത് എന്താ പറയാൻ?